ഹായ് ഹലോ, വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് എളുപ്പത്തിലൊരു ഐസ്ക്രീം തയ്യാറാക്കിയാലോ? ഈ ചൂടത്ത് അടിപൊളിയാണ് ഈ ഐസ്ക്രീം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡറും വേണം. പിന്നെ പഞ്ചസാര, ഇത്രയും മതിയേ. ഈ ഐസ്ക്രീം പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി പാല് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അത് ചൂടാകാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ പാല് ചൂടായി വരുമ്പോഴത്തേന് കസ്റ്റാർഡ് പൗഡർ 3 സ്പൂണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 സ്പൂണ് പാൽ കൂടെ ചേർത്ത് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കട്ടയില്ലാതെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാലിനകത്തോട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നല്ല കട്ടിക്ക് കുറുകി വരുന്ന സമയമാണ് അതിൻ്റെ പാകവേ. ഇനി അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല കുറുകി കട്ടിയായി വരണം. അങ്ങനെ ഇതാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിട്ടുള്ള പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ ഒഴിച്ച് ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് രാത്രിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഒരു രാത്രി ഫുള്ള് ഫ്രീസറിൽ തന്നെ വെക്കാം. ഇപ്പോൾ ഇതാ പിറ്റേന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയതല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം കാഷ്യൂനട്ട് കൂടെ പൊടിച്ചത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, കാണാൻ പോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേനൽ ചൂടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിലാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാം.